السلام عليكم ورحمة الله. مرحبا بكم أيها الأحباب. ട്രാൻസ്ലേഷൻ കോഴ്സിൻ്റെ 24ാമത്തെ എപ്പിസോഡിലാണ് നാം ഉള്ളത്. ഈ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത രീതിയിലുള്ള സംഭാഷണങ്ങളെക്കുറിച്ചാണ്. ആ സംഭാഷണങ്ങളിൽ മുഖവുരകളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ കണ്ടൻറ്റുകൾ മാത്രമാണ് എടുക്കുന്നത്. ഉദാഹരണങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായി ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കൃത്യമായി ശ്രദ്ധിക്കണം. സംശയങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ ചോദിക്കണം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഒന്ന്, നാം പലപ്പോഴായി അങ്ങാടിയിൽ പോകും. ഇത് നാം ചിന്തിക്കേണ്ടത് നാം ഗൾഫിലോ അവിടെ എവിടെയൊക്കെ എത്തുമ്പോൾ നമുക്ക് അറബി ആവശ്യം വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടും. അപ്പോൾ നാം പഠിക്കുമ്പോൾ അത് പഠിച്ചു വെക്കുക. ഉപകാരങ്ങൾ ഒരു പക്ഷേ പിന്നീടായിരിക്കും വരിക. ഉപകാരം ഇപ്പോൾ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏതൊരു വിഷയം പഠിക്കുമ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഫിസൂഖ് അറ്റ് ദി മാർക്കറ്റിൽ നടക്കുന്ന ഒരു സംഭാഷണത്തിൻ്റെ ചെറിയ ഭാഗം മാത്രമാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു കച്ചവടക്കാരനും അതുപോലെ തന്നെ ഒരു വാങ്ങുന്ന ആളും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ നടക്കുന്നത്. സെല്ലർ: ഹലോ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? വിൽക്കുന്ന ആൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത്? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഓക്കെ, അതിന് അറബിയിൽ എങ്ങനെ പറയും? അൽ ബായ, അവിടെ ഒരു അലിഫ്ലാം വിട്ടുപോയതാണ്. അൽ ബായ എന്നാണ്. മർഹബൻ, കൈഫ യുംകിനുനി മുസാഅദതുക്? കൈഫ യുംകിനുനി മുസാഅദതുക്? എനിക്ക് നിന്നെ സഹായിക്കാൻ എങ്ങനെ സാധിക്കും എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഹലോ എന്നുള്ളതിന് അറബിയിൽ മർഹബൻ എന്നും പ്രയോഗിക്കും. അത് ചിലപ്പോൾ ഹലോ എന്നും അറബിയിൽ ഉപയോഗിക്കാറുണ്ട്. ഇംഗ്ലീഷിനെ അറബിവൽക്കരിച്ചിട്ട് നമ്മൾ മലയാളികൾ സംസാരിക്കുമ്പോൾ ഹലോ എന്ന് ഉപയോഗിക്കുമല്ലോ, അതേപോലെ. നെക്സ്റ്റ്, ഇപ്പോൾ വാങ്ങുന്ന ആൾ ചോദിക്കുകയാണ്, ഹലോ, ഐ വാണ്ട് ടു ബൈ സം ഫ്രൂട്ട്സ്. ഹൗ മച്ച് ഈസ് എ കിലോഗ്രാം ഓഫ് ആപ്പിൾസ്? പലപ്പോഴും നമുക്ക് വേണ്ടി വരും ഒന്നെങ്കിൽ ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ ഞാൻ അരി വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള വല്ലതും, ഞാൻ കാരക്ക വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ 1 കിലോഗ്രാം ആപ്പിളിന് കാരക്കയ്ക്ക് എന്താണ് വില? അപ്പോൾ പദങ്ങളിങ്ങനെ മാറ്റി കൊടുത്താൽ മതി, അതിലുള്ള സ്ട്രക്ചർ അതേപോലെ നിലനിൽക്കും. അപ്പോൾ ഇതിനെങ്ങനെയാണ് അറബിയിൽ പറയുക? അൽ മുഷ്തരി: മർഹബൻ, ഉരീദു ഷിറാഅ ബഅദിൽ ഫവാക്കിഹ്. ഉരീദു ഷിറാഅ ബഅദിൽ ഫവാക്കിഹ്. ഐ വാണ്ട് ടു ബൈ സം ഫ്രൂട്ട്സ്. ചില ഫ്രൂട്ടുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. കം സിഅർ അൽ കിലോഗ്രാം മിനത്ത് തുഫാഹ്. കം സിഅറുൽ കിലോഗ്രാമി മിനത്ത് തുഫാഹ്. ആപ്പിളിൻ്റെ 1 കിലോഗ്രാമിന് എന്താണ് വില? കം സിഅർ, ഹൗ മച്ച് എന്നുള്ളതിന് ഡയറക്റ്റായിട്ട് ഇവിടെ പ്രൈസ് എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടില്ല. പക്ഷേ അറബിയിൽ അവിടെ കം സിയർ എന്നുള്ള പ്രൈസ് എന്നുള്ളതിൻ്റെ അറബി അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അൽ കിലോഗ്രാമി മിനത്തുഫാഹ്, ആപ്പിളിൽ നിന്നുള്ള. ഓക്കെ, അപ്പോൾ അതിന് ഉത്തരം പറയണമല്ലോ. സെല്ലർ പറഞ്ഞു, ഇറ്റ്സ് 10 റിയാൽസ് പെർ കിലോഗ്രാം. 1 കിലോഗ്രാമിന് 10 റിയാലാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് 10 റിയാൽസ് പെർ കിലോഗ്രാം. അൽ ബായ: അൽ കിലോഗ്രാം ബി 10 റിയാലാത്ത്. ഇറ്റ് ഈസ് 10 റിയാൽസ് എന്നുള്ളതിന് നേരെ അറബി തുടങ്ങിയത് എവിടുന്നാണ്? അൽ കിലോഗ്രാം. അൽ കിലോഗ്രാം ബി 10 റിയാലാത്ത്. 10 റിയാൽ കൊണ്ടാണ് 1 കിലോഗ്രാം കിട്ടുക. അല്ലെങ്കിൽ 1 കിലോഗ്രാമിൻ്റെ പ്രൈസ് 10 റിയാലാണ്. ബയർ: ഓക്കെ, ഐ വാണ്ട് 2 കിലോഗ്രാം ഓഫ് ആപ്പിൾസ് ആൻഡ് 1 കിലോഗ്രാം ഓഫ് ഓറഞ്ച്. അപ്പോൾ സാധാരണ നമ്മൾ ചിലപ്പോൾ ഒന്നിൻ്റെ മാത്രം വില ചോദിക്കും, എന്നിട്ട് മറ്റുള്ളതും കൂടി നമ്മൾ പറയും. അതേപോലെ ഇവിടെ അപ്പോൾ 2 കിലോഗ്രാം ആപ്പിളും വേണം, 1 കിലോഗ്രാം ഓറഞ്ചും വേണം. ഓറഞ്ചിൻ്റെ വില ഇവിടെ ചോദിച്ചിട്ടില്ല, എന്നാലും അങ്ങനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എങ്ങനെ പറയും? അൽ മുഷ്തരി: ഹസനൻ. ഓക്കെ എന്നുള്ളതിന് ഇവിടെ പ്രയോഗിച്ചത് ഹസനൻ. ചിലപ്പോൾ നഅം എന്ന് പ്രയോഗിക്കും. സാന്ദർഭികമായി പലതും പറയാം.
ഇവിടെ ഹസനൻ. ഉരീദു കിലോഗ്രാമൈനി മിനത്തുഫാഹ്, ഐ വാണ്ട് 2 kilograms ഓഫ് ആപ്പിൾസ്. വ കിലോഗ്രാമൻ മിനൽ ബുർത്തുക്കാൽ, അതേപോലെ തന്നെ 1 kilogram ഓറഞ്ചുമാണ് വേണ്ടത്. സെല്ലർ, അവിടെ കച്ചവടക്കാരൻ പറയാണ് ഷുവർ ദ ടോട്ടൽ ഈസ് 30 റിയാൽസ്. അപ്പോൾ ടോട്ടൽ 30 റിയാൽ, 30 റിയാലാണ് വരിക. ഓക്കെ, അപ്പോൾ ഓറഞ്ചിനും ആപ്പിളിനും ഒക്കെ ഒരേ വിലയാണ്, അപ്പോൾ അതുകൊണ്ട് 30 റിയാൽ. ഷുവർ ദ ടോട്ടൽ ഈസ് 30 റിയാൽസ്. അൽ ബായ, ഷുവർ എന്നുള്ളതിന് ബിത്ത് അക്കീദ്, തീർച്ചയായും, ഡെഫിനറ്റ്ലി എന്നുള്ളതിനൊക്കെ ബിത്ത് അക്കീദ് എന്ന് പ്രയോഗിക്കും, ബിത്ത് അക്കീദ്. അൽ മജ്മൂ, ദ ടോട്ടൽ, 30 റിയാലൻ. അൽ മജ്മൂ 30 റിയാലൻ, അങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്. അൽ മജ്മൂ 30 റിയാലൻ, 30 റിയാലാണ് ടോട്ടൽ. ഓക്കെ, അപ്പോൾ ബയ്യർ, അപ്പോൾ കച്ചവടം ഉറപ്പിച്ചു. അപ്പോൾ ഇനി വില കൈമാറണമല്ലോ. അപ്പോൾ പറയണം ഹിയർ ഈസ് ദ എമൗണ്ട്, താങ്ക് യു. ഇതാക്കണം, പൈസ ദാ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുകയാണ്, താങ്ക് യു. അപ്പോൾ അവിടെ എങ്ങനെയാണ് പറയുക? ഹിയർ ഈസ് ദ എമൗണ്ട്. അൽ മുഷ്തരി തഫല്ലൽ, അവിടെ തഫല്ലൽ എന്നുള്ളത് അവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ അറബിയിൽ അത് വന്നു. അതാണ് ഈ സംഭാഷണത്തിൻ്റെ ഒരു പ്രത്യേകത. ചിലപ്പോൾ ഇംഗ്ലീഷിലില്ലാത്തത് അറബിയിൽ വരും, അറബിയിലില്ലാത്തത് ഇംഗ്ലീഷിൽ വരും. സാന്ദർഭികമായി അറബികളുടെ സ്റ്റൈലൊന്ന് വേറെ ആയിരിക്കും, ഇംഗ്ലീഷുകാരുടെ സ്റ്റൈലൊന്ന് വേറെ ആയിരിക്കും. അത് നമ്മൾ നിരന്തരമായി സംഭാഷണങ്ങൾ കേട്ട് കണ്ട് വായിച്ച് മനസ്സിലാക്കുമ്പോൾ കിട്ടുന്നൊരു സംഗതിയാണ്. അൽ മുഷ്തരി തഫല്ലൽ ഹാദൽ മബ്ലഗ്, ഹിയർ ഈസ് ദ എമൗണ്ട്. മബ്ലഗ് എന്നാണ് എമൗണ്ടിന് പറയാം. ശുക്രൻ ലക്, താങ്ക് യു. ശുക്രൻ ലക്, താങ്ക് യു. അപ്പോൾ സെല്ലറും പറയണത് താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ ജസ്റ്റ് ഒരു താങ്ക് യു എന്ന് പറഞ്ഞതിന് പുറമെ ഹാവ് എ നൈസ് ഡേ എന്ന് കൂടി കൂട്ടിച്ചേർത്തു. നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്നുള്ള ചെറിയൊരു ദുആ പോലെ. നമ്മൾ അറബിയിലാണെങ്കിൽ ഒരു അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയല്ലോ, അതേപോലെ സെല്ലർ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. അൽ ബായ, ശുക്രൻ ലക്, യൗമുൻ സഈദ്. ശുക്രൻ ലക്, നന്ദി, യൗമുൻ സഈദ്, ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച ഒരു സംഭാഷണം. മാർക്കറ്റിനെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട അതിലുപയോഗിക്കുന്ന ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ള ഇലല്ലിക്ക, കൈഫ ഹാലുക്ക്, എവിടുന്നാണ് വരുന്നത്, അങ്ങനത്തെ സംഗതികൾ, പേരെന്താണ്, അതൊന്നും ചോദിക്കാതെ ഡയറക്റ്റ് മാർക്കറ്റിൽ നടക്കുന്ന ഒരു സംഭാഷണത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ മാത്രം എടുത്തതാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൃത്യമായി പഠിക്കുക. ഹാവ് എ നൈസ് ഡേ, യൗമുൻ സഈദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.